ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കണ്ടാൽ സാൻഡ്വിച്ച് ആണെന്ന് തോന്നുമെങ്കിലും ബ്രെഡ് കൊണ്ടല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കവറിങ്ങിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർക്കുക, 1/2 കപ്പ് പുളിക്കാത്ത തൈര് ചേർക്കുക, ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ റവയൊക്കെ കുറച്ച് സോഫ്റ്റ് ആകുകയും ചെയ്യും. അരമണിക്കൂറിന് ശേഷം കണ്ടോ, റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ആ ബൗളിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അത് 1/2 ടീസ്പൂണിൻ്റെ സ്പൂണാണ് കേട്ടോ, അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബാറ്റർ നമുക്ക് സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഒരു സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കിണ്ണൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നല്ലെണ്ണ ചേർത്താലും നല്ലതാണ്. നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം ബ്രഷ് കൊണ്ട് പുരട്ടിയതിന് ശേഷം സ്റ്റീമറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് തൂവി കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2 പിഞ്ച് കസൂരി മേത്തി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ച് ചേർക്കാം. ഇത് ഇഷ്ടമല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യാം. ചേർത്താൽ നല്ല സ്മെല്ലായിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ച് 15 മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയിട്ട് ഒട്ടുന്നില്ലെങ്കിൽ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിൽ സ്റ്റഫ് ചെയ്യാനുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 10-12 ഉലുവയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. എല്ലാം നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വട്ടത്തിലരിഞ്ഞ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ചേർക്കാം. ഇനി എരിവിനുള്ള പച്ചമുളക് ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളി ചേർത്താലാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉള്ളി തന്നെ ചേർക്കുക. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ചൂടാക്കുക. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചൂടായ മണം വരുമ്പോൾ വേവിച്ചുടച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം ഉരുളക്കിഴങ്ങാണ് വേവിച്ചെടുത്തത്. ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ നല്ലതുപോലെ പിടിക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അപ്പം നന്നായിട്ട് വെന്തിരിക്കുകയാണ്. ഇത് പാനിൽ നിന്ന് നമുക്കിന്ന് അടർത്തിയെടുക്കാം. അരികിൽ നിന്ന് ഒന്ന് വിടിവിച്ചെടുക്കണം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ബ്രെഡിനേലും സോഫ്റ്റാണിത്.
ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര പീസായിട്ട് വേണമെന്നുള്ളതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. 4 പീസാക്കിയോ 8 പീസാക്കിയോ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 8 പീസാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഓരോ പീസും എടുത്തിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്യാം. ഓരോ പീസും ഒന്ന് നടുവേ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അറ്റം വിടുവിക്കരുത്. ബാക്കി 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് പകരം ചിക്കൻ മസാലയും നമുക്ക് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു പീസ് നമ്മൾ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പം ഞാനതെല്ലാം സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ദോശ തവ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ബ്രഷ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. സ്റ്റൗ മീഡിയം ടു ലോ ഹീറ്റിലാണ് വെക്കേണ്ടത്. ഇനി ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയ ദോശ തവയാണെങ്കിൽ ഇത് 2 ആക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. 4 വീതം വെച്ച് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ആ 8 പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇനി 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് വെക്കാം. അതിനുശേഷം തിരിച്ചിടാം. ഇതുപോലെ ഒന്ന് എല്ലാം നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് നന്നായിട്ട് മുരിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ചട്ടി അനക്കി കൊടുത്താൽ ഇതുപോലെ നല്ല ഒച്ച കേൾക്കും. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. ബ്രെഡ് ഇല്ലാത്ത സാൻഡ്വിച്ചാണ്. വളരെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തു വിടാനും ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.